ഹായ്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? ഞാൻ മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഇന്ന് ഞങ്ങൾക്കൊരു കുടുംബ യൂണിറ്റ് ഉണ്ട്, ഫാമിലി മീറ്റിംഗ്. അപ്പോൾ വൈകുന്നേരം 5:30ക്കാണ് ആ പരിപാടി. ചായയ്ക്ക് 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണ്ടേ. അപ്പോൾ അതുണ്ടാക്കി കഴിച്ച് ചായയും കുടിച്ചിട്ട് വേണം പോകാൻ കാര്യം. അതങ്ങനെയാണ്. അപ്പം ഞാൻ ഇന്നൊരു മടക്കപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്ക് ദോശയില്ലേ, മടക്ക് ദോശ അതെങ്ങനെയാണ് നല്ല മധുരത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ നോക്കട്ടെ. അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയാൽ പോകണം. സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അമ്മമാർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഈ മടക്ക് ദോശ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ, പിന്നെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തേക്കണേ. ഗോതമ്പ് പൊടി എടുക്കാം, പക്ഷേ മൈദയ്ക്കാണ് ഒരു ടേസ്റ്റ് എന്ന് പറയാം. മൈദയ്ക്കാണ് ടേസ്റ്റ്, ഗോതമ്പ് പൊടിയൊക്കെ ആയി. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയും അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്ത് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര അവിടെ നിന്ന് ഉരുകിയിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പണിയിലേക്കാണ് ഞാൻ പോണേ. ആദ്യമായിട്ട് ജാറിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. മൈദ, ഒരു മുട്ട കുത്തി ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ട കുത്തി ഒഴിച്ചു. അല്പം ഉപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദയ്ക്ക് ഉപ്പ് വേണം. അപ്പോൾ അല്പം ഉപ്പ്, ഒരു പിഞ്ച് മതി. ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കണേ. അപ്പോൾ ആ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ വിസ്ക് വെച്ച് അടിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ ഇപ്പം ഞാനിത് ഇതിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത്, ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലില്ലാത്തൊരു ശർക്കരയാണ് നാളെ കണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അത് കല്ലില്ലാത്തൊരു ശർക്കര. അതിലേക്ക് നമുക്ക് അല്പം ഏലക്ക പൊടിച്ചത്, എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട്, ഏലക്ക ഒന്നിച്ച് പൊടിച്ച് വെക്കും. ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി അത് റെഡിയായിരുന്നു, എൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടോ നിങ്ങൾ. പിന്നെ മാവിൻ്റെ പരുവം, ദോശയുടെ പരുവാട്ടോ. അപ്പം ദോശ അതിൻ്റെയൊക്കെ പരുവം. അല്പം ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളിത് നന്നായിട്ട് ഉണ്ടാക്കും. തുണി അലക്കാനിട്ടിട്ടുണ്ടായി. വെയിൽ വന്നപ്പോഴേ തുണി അലക്കാനിട്ടായിരുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് അതവിടെ ഉരുകി വരട്ടെ. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ, നമുക്ക് ചിരണ്ടി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കാലുണ്ട ശർക്കര എന്ന് വെച്ചാൽ എനിക്ക് മെഷർമെൻ്റ് അങ്ങനെ അറിയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. കാലുണ്ട ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഉരുക്കി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത്, കണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ആ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഒട്ടും തന്നെ വെള്ളമില്ല, അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് പരന്ന പാത്രത്തിൽ ഉണ്ടാക്കി. ഇതിലേ ഒട്ടും വെള്ളം പാടില്ല, കാരണം വെള്ളം ഉണ്ടായത് ഇങ്ങനെ ഒഴുകി വരുമല്ലോ. പാൻ ചൂടായിട്ടോ, നമുക്ക് പാനിലേക്ക് നമുക്ക് ചൂടായി ഒഴിച്ചതിന് ശേഷം അത് കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വയ്ക്കും. ചുറ്റിച്ചു
കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാനൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എന്നും അവർക്ക് പുറമേ നിന്നുള്ള ഭക്ഷണമൊന്നും കൊടുക്കണ്ട. പുറമേ നിന്നുള്ള ഭക്ഷണമൊക്കെ പിള്ളേർക്ക് അതൊക്കെയാണ് ഇഷ്ടം, എൻ്റെ പിള്ളേർക്കാണെങ്കിലും. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ടിട്ട് അത് ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. മടക്കിയെടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എത്ര പെട്ടെന്ന് കണ്ടോ, ഞാനൊരു ഈസി റെസിപ്പി ആയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാതെ അല്പം ശർക്കരയും ഒരു മുറി തേങ്ങയും അല്പം ഏലക്കായും ഒരു മുട്ടയും അര ഗ്ലാസ് മൈദ, അര ഗ്ലാസ് അല്ല, ഇത്രയുള്ളൊരു കുഞ്ഞു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ വെച്ചതേ ഞാൻ അടിപൊളി ഈവനിങ് സ്നാക്സ് ഇവിടെ തയ്യാറാക്കിട്ടോ. ആരെങ്കിലും വന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ, സൂപ്പറാണ്, അടിപൊളിയാണ്. കാരണം ഞാനിത് മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി, സൂപ്പറാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബായ്. ഇത് ഉണ്ടാക്കി കഴിക്കണോട്ടെ എല്ലാവരും.